വോട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രത്തോളം സംഘപരിവാർ വിഭാഗത്തിന് കീഴ്പ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴ് 2 ദിവസം മുമ്പ് വരെ 2 ദിവസം വോട്ട് ചേർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അനുവദിക്കുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വിട്ടുപോയവരെ ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അനർഹരായ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയ ശ്രമങ്ങൾ BJP നടത്തുകയുണ്ടായി എന്നുള്ള വിവരം പുറത്തു വന്നു. ഗോപാലകൃഷ്ണൻ മുമ്പേ പറഞ്ഞിട്ട് ജമ്മു കാശ്മീരിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തി ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കുമെന്ന്. അതാണ് രാഹുൽ ഗാന്ധി തന്നെ പിന്നീട് കോട്ട് ചെയ്തത്. ഇവിടെ കേരളത്തിൽ പറഞ്ഞാണത്. ഇതാണ് RSSന്റെ ഒരു നിലപാട്. ആ നിലപാട് ഈ 2 ദിവസം കിട്ടിയപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ പോലും ശ്രമിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ള കാര്യം ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് കാണേണ്ടത്. നല്ല ജാഗ്രത ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുള്ളൂ എന്നും ഈ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴിച്ചെല്ലാം കോടതിയെ സമീപിക്കണമെന്ന് സർവകക്ഷി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഏതായാലും നല്ല ജാഗ്രതയോടെ ഇതിനെ സമീപിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് പാർട്ടിക്ക് വ്യക്തമാക്കാനുള്ളത്.